ഫോർ ദ ഡേ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ ഇംഗ്ലീഷ് എത്ര ഫ്ലുവൻ്റ് ആയിട്ടും എത്ര കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ചാലും നല്ല ഗ്രാമറിൽ സംസാരിച്ചാലും നമ്മുടെ പ്രൊനൗൺസിയേഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ തീർന്നു. കാരണം ഉച്ചാരണം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലായാലും ഏതൊരു ഭാഷയിലായാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഗ്രാമറിൽ ചെറിയ മിസ്റ്റേക്സ് വരുത്തിയാലും പെട്ടെന്ന് ആളുകൾക്ക് അങ്ങോട്ട് മനസ്സിലാവത്തില്ല. ഇപ്പോൾ ഷുഡ് ഹാവ് ഒരു കുഡ് ഹാവ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. പക്ഷെ പ്രൊനൗൺസിയേഷനിൽ നമ്മൾ മിസ്റ്റേക്ക് വരുത്തിയാൽ എല്ലാവരും ശ്രദ്ധിക്കും. അപ്പോൾ പ്രൊനൗൺസിയേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ പ്രൊനൗൺസിയേഷൻ ടിപ്പാണ് തരാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ബി വെച്ച് എൻഡ് ചെയ്യുന്ന മിക്ക വാക്കുകളിലും നമ്മൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക? ലാം, ക്ലൈം, ഡെപ്റ്റ്, സബ്റ്റിൽ, അല്ലേ? സബ്റ്റിൽ. അങ്ങനെ നമ്മളത് പ്രൊനൗൺസ് ചെയ്യും. ബി പ്രൊനൗൺസ് ചെയ്യും, ബ സൗണ്ട് വരും. പക്ഷെ ശരിക്കും ബി വെച്ച് എൻഡ് ചെയ്യുന്ന വാക്കുകളിലായാലും ചില വാക്കുകളിൽ ബി ഇടയ്ക്ക് വരുന്ന സാഹചര്യത്തിലും ബി സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക? നമ്മൾ ഇങ്ങനെ ആയിരിക്കും പ്രൊനൗൺസ് ചെയ്യുക. ബി അങ്ങോട്ട് മറിച്ച് വയ്ക്കുക. ലാം, ലാം ഏ ഉള്ളൂ. ക്ലൈം, ഡെറ്റ്, സറ്റിൽ, സബ്റ്റിലില്ല സറ്റിൽ, ഡെറ്റ്, ക്ലൈം, ലാം. കണ്ടോ? ഇത് കൂടുതലും കുഞ്ഞു കുട്ടികൾക്കാണ് യൂസ്ഫുൾ ആവുക. പിന്നെ വലിയവർക്ക് യൂസ്ഫുൾ ആവും, പക്ഷേ അവരിപ്പോഴേ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ ബ്രെയിനിൽ ക്യാച്ച് ചെയ്യും. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രൊനൗൺസിയേഷൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ യുവർ ഇംഗ്ലീഷ് വിൽ ബി ഗുഡ് ടു ഗോ. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു. English Mitra. Stop worrying, start learning.